أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവികളിൽ നിന്ന് നാം പരിഗണിക്കേണ്ടതില്ലാത്തതുമായ ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പലതരം ജീവികളെ നമുക്ക് കാണാൻ കഴിയും. വെള്ളത്തിൽ ജീവിക്കുന്ന കോടാനക്കോടി ജീവജാലങ്ങളുണ്ട്. അവർ വെള്ളത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്. ചില ജീവികൾ കരയിൽ മാത്രം ജീവിക്കുന്നു. അവർ വെള്ളത്തിൽ പോയാൽ നശിച്ചു പോകും. എന്നാൽ ഹവയിൽ ജീവിക്കുന്ന കുറെ ജീവജാലങ്ങളുണ്ട്. കാടുകളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അതുപോലെ ചളികളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അങ്ങനെ ലോകത്ത് പല തരത്തിലുള്ള ജീവികളെ നമുക്ക് കാണാൻ കഴിയും. ചിലതിന് 2 കൈയും കാലുമുണ്ട്. മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അതിന് ചിറകും വാലുമുണ്ട്. ഇതെല്ലാമുള്ള ജീവികളുമുണ്ട്. ആന നിങ്ങൾ നോക്കൂ, അതിന് 2 കൈയും 2 കാലും, അതിന് പുറമെ ഒരു വലിയ തുമ്പിക്കൈയും. അതേസമയം കൊതുക്, അതിന് കാലുമുണ്ട്, ചിറകുമുണ്ട്, പിന്നെ അതിന് ഒരു തുമ്പിക്കൈയുണ്ട്. ആന എത്ര വലുപ്പമുള്ള ജീവിയാണ്, പക്ഷെ അതിന് ചിറകുണ്ടോ? ഇല്ല. എന്നാൽ ആ ആനക്കുള്ള എല്ലാ അവയവങ്ങളും കൊതുകിനുണ്ട്. അതിന് പുറമെ അല്ലാഹു തആല അതിന് 2 ചിറകും കൊടുത്തിരിക്കുകയാണ്. തുമ്പിക്കൈ വേറെയുണ്ട്. ചില ജീവികൾക്ക് മറ്റു ചില ജീവികളെ അപേക്ഷിച്ച് കഴിവുകൾ കൂടുതലുണ്ട്. തരിമൂക്ക് കൂടുതലുള്ള ചില ജീവികളുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കുളത്തിൽ വിരിയുന്ന താമരയിലെ ആ പുഷ്പം, അതിന്റെ വാസന മണത്ത് എവിടുന്നോ വണ്ടുകളെത്തുന്നു. പക്ഷെ ആ താമരയുടെ താഴെ കിടക്കുന്ന തവളക്ക് അള്ളാഹു ഒട്ടും തരിമൂക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ സദസ്സിൽ ഇപ്പോ ഒരു ശർക്കര, ഒരു പഞ്ചാരയുടെ ഒരു മണി വീണുപോയാൽ ഇപ്പൊ ഇവിടെ എവിടെ ഒരു ഉറുമ്പിനെ കാണാനില്ല. പക്ഷെ ഒരു 10 സെക്കൻഡ് കഴിയട്ടെ, അതങ്ങ് ഉറുമ്പുകൊണ്ട് പൊന്നിട്ടുണ്ടാവും. കാരണം ആ ഉറുമ്പിന് അത്രയും തരിമൂക്കാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാമല്ലോ, അങ്ങനെ പല ജീവികളും. മനുഷ്യന് പോലും ചില ജീവികളുടെ മുമ്പിൽ തോറ്റുപോകും. ചില ജീവികൾ ഇപ്പോ നമ്മുടെ വീടുകളിലുള്ള കോഴികൾ കണ്ടില്ലേ, മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അവർ ഓടുന്നു, ചാടുന്നു. അല്ലേ? കാട്ടി എന്ന് പറയുന്ന ഒരു മൃഗമുണ്ട്. ആ കാട്ടി എന്ന് പറയുന്ന മൃഗം പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടി ഒരൊറ്റ ഓട്ടാണ്. കാരണം അതിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇൽഹാം ഇട്ട് കൊടുത്തിരിക്കുക, പ്രസവിച്ച ഉടനെ ഉമ്മാന്റെ മുമ്പിൽ നിൽക്കരുത്. കാരണം ഉമ്മന്റെ വായക്ക് ഭയങ്കര മൂർച്ച, ഹാർഡായിട്ടുള്ള നാവാണ്. ആ നാവ് കൊണ്ട് ആ മൃഗമെങ്ങാനും കുട്ടിയെ തലോടിയാൽ മാംസം പൊളിഞ്ഞു പോലും. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ തന്നെ വണ്ടി വിട്ടോളണം. ആ കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളാഹു അങ്ങനെ ഒരു ഇൽഹാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യരാകുന്ന നമ്മളോ, വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നിങ്ങൾക്കൊന്നുമേ അറിയില്ല. അല്ലാഹു തആല പറയുന്നു, ഒന്നും അറിയില്ല. നമുക്ക് ആകെ കരയാൻ മാത്രമേ അറിയുള്ളൂ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് വീണ പിന്നെ ഏത് കുട്ടിയും കരയും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ നഹിസഹു ശൈത്താൻ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വീഴുന്ന ഏതൊരു കുട്ടിയെയും പിശാച് ഒരു കുത്തൽ കുത്തും. അതുകൊണ്ടാണ്
പ്രസവിച്ച് വീഴുന്ന എല്ലാ കുട്ടിയും കരഞ്ഞു പോകുന്നു. എന്താണ് കുട്ടികൾ കരഞ്ഞുകൊണ്ട് പ്രസവിക്കാനുള്ള കാരണം എന്ന് ശാസ്ത്രീയമായി പ്രിയപ്പെട്ടവരെ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ നഹിസഹു ശൈത്താൻ. ഭൂമിലോകത്ത് പ്രസവിക്കുന്ന ഏതൊരു കുട്ടിയെയും പിശാച് ഒരു കുത്തല് കുത്തും. പ്രിയപ്പെട്ടവരെ, അപ്പൊ കുട്ടി പിന്നീട് മെല്ലെ മെല്ലെയായിട്ടാണ് ഓരോന്നും ഒരു മനുഷ്യക്കുഞ്ഞ് പഠിച്ചു വരുന്നത്. അതേസമയം പറവകൾ അങ്ങനെയാണ്. കോഴിക്കുഞ്ഞുങ്ങൾ നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പ്രായത്തിൽ തന്നെ ഓടാനും ചാടാനും പറക്കാനും ഒക്കെ പഠിക്കുന്ന ആ കുട്ടികൾ ഒരു മനുഷ്യൻ സ്വയം പര്യാപ്തനായി ജീവിക്കണമെങ്കിൽ എത്ര സമയം കഷ്ടപ്പെടേണ്ടതുണ്ട്. പക്ഷെ ആ മനുഷ്യൻ വളർന്ന് വലുതായാൽ കാട്ടിൽ വലിയ പോക്കിരിയായി നടക്കുന്ന ആനയെപ്പോലും പ്രിയപ്പെട്ടവരെ മെരുക്കിക്കൊണ്ട് അവന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ ഇച്ഛാനുസൃതം അതിനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എല്ലാ മനുഷ്യനെയും നേരെയാക്കി നിർത്താൻ പറ്റുന്ന ഒരു നല്ല ശൈലിയും ഭാവവും പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ശരീരത്തിന് ഞാൻ നൽകിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കും. ആദ്യം അവൻ കരയാൻ പഠിച്ചു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. അല്ലെ, നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി ഇങ്ങനെ വളർന്നു വരുന്ന ആ രംഗം മാതാപിതാക്കൾക്ക് എന്തൊരു ആവേശമാണ്. ആ കുട്ടി സംസാരിക്കുന്നത് പിന്നെ എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ്. കുട്ടി കാണും, ആദ്യമായി കാണുന്നു. ഖുർആൻ പറഞ്ഞില്ല, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ആദ്യം പറഞ്ഞത് മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും അവന്റെ ഹൃദയവും അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു തആല ചോദ്യം ചോദിക്കും അതിനെ കുറിച്ചൊക്കെ. അപ്പൊ ആദ്യം സമഅ പറഞ്ഞത്, ആദ്യം ഇന്നൽ ബസറ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അപ്പൊ കേൾവി ആദ്യമുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ ഡോക്ടർമാരിങ്ങനെ ചൊട്ടി നോക്കുന്നു. അപ്പൊ ഈ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടി ഞെട്ടിയാൽ അതിന്റെ അർത്ഥം കുട്ടിക്ക് കേൾവി ശക്തിയുണ്ട്. പിന്നീടാണ് ആ കുട്ടി കാണാൻ വേണ്ടി കണ്ണു തുറക്കുന്നത്. അതുവരെ കരച്ചിൽ തന്നെ, കണ്ണും ചൂണ്ടിയിട്ട് കരച്ചിലാണ്. അല്ലെ, ആദ്യം നമുക്ക് ഓഡിയോ കാസറ്റാണ് ഇറങ്ങിയത്, പിന്നെയാണ് വീഡിയോ കാസറ്റ് ഇറങ്ങിയത്. ഈ കുട്ടി പിന്നീട് ചിന്തിച്ച് വളർന്ന് വലുതായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ പിന്നെയും ഒരുപാട് സമയങ്ങൾ ബാക്കിയെടുക്കുകയാണ്. പക്ഷെ ആ മനുഷ്യൻ പിന്നീട് പ്രിയപ്പെട്ടവരെ ലോകം മുഴുക്കയും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. 6 ലക്ഷം ജീവജാലങ്ങൾ ഈ കരയിലുണ്ട് എന്നാണ്. 6 ലക്ഷം. മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾ 6 ലക്ഷം ഇനം പ്രിയപ്പെട്ടവരെ കരയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. മാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഇവിടെ ജീവിക്കുന്ന മൃഗങ്ങളും പറക്കുന്ന പറവകളും നിങ്ങളെപ്പോലെ സമൂഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിൽ ചിലതിനെയെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചിലത് നമുക്ക് നല്ല പാല് തരുന്ന മൃഗങ്ങളുണ്ട്, ചിലത് മാംസത്തിന് പര്യാപ്തമാണ്. പോത്ത്, കാള, ഇതിൽ നിന്നൊക്കെ പാല് കിട്ടുമോ? ഇല്ല, പക്ഷെ നമുക്ക് മാംസം ഉപയോഗിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ചിലത് പാലിന് പറ്റിയതാണ്. ആടുകൾ, ഒട്ടകങ്ങൾ നിങ്ങൾ നോക്കൂ, അതിൽ നിന്ന് നമ്മൾ പാല് കറന്നെടുക്കാറുണ്ട്. ആടുകളിൽ നിന്ന് പാല് കറന്നെടുക്കാറുണ്ട്. അതുപോലെ എരുമ, പശു, ഇതിൽ നിന്നെല്ലാം നാം പാല് കുടിക്കുന്നു. ചിലത് ചന്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുണ്ട്. ഇപ്പൊ വീടുകളിലൊക്കെ കുറെ ഇനം മത്സ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ദുഹ്ഫയിൽ പറഞ്ഞു, കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരാൾ മത്സ്യത്തെ വളർത്താൻ തീരുമാനിച്ചാൽ അത് വളർത്താം.
കേട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരാൾ കുയിലിനെ വളർത്തണമെന്ന് ഉദ്ദേശിച്ചാൽ വളർത്താം. കണ്ടോ, അല്ലാഹു തആല ഈ ലോകത്തുള്ള ഈ വസ്തുക്കളെയെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. വൽ അർദ വദഅഹാ ലിൽ അനാം. അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഉപയോഗമുണ്ട് എന്ന് വന്നാൽ നമുക്കതിനെ വളർത്താം. വിശുദ്ധമായ ഖുർആൻ ചോദിച്ചില്ലേ, ഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ജനങ്ങളെ, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? പല ഉപയോഗങ്ങൾക്ക് വേണ്ടി, ഉപകാരങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യര് മൃഗങ്ങളെ സൃഷ്ടിക്കുന്നതെങ്കിൽ എല്ലാ ഉപകാരങ്ങളും ഒരുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റുന്ന ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. കാണാൻ എന്തൊരു മട്ടാണ്! ആര് നോക്കിപ്പോകുന്ന ഒരു പ്രത്യേക തരം ഒരവസ്ഥ ഒട്ടകത്തിനുണ്ട്. ഇഷ്ടംപോലെ പാല്. അറേബ്യൻ രാജ്യങ്ങളിൽ ചെന്നാൽ ഇവിടുന്ന് ഉംറക്ക് പോകുന്ന ആളുകൾക്ക്, ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഒട്ടകം വളർത്തുന്ന ഏരിയയിൽ കൊണ്ടുപോയിട്ട് 10 റിയാല് കൊടുത്താൽ ഒട്ടകത്തിന്റെ പാല് നേരെ കറന്നെടുത്തിട്ട് കുടിക്കാനുള്ള അവസരം പ്രിയപ്പെട്ടവരെ പല ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇഷ്ടംപോലെ പാല്. പിന്നെയോ സവാരി ചെയ്യാൻ പറ്റുന്ന ഇത്ര നല്ല ഒരു വാഹനം, മരുഭൂമിയിൽ ജീവിക്കുന്ന വാഹനമാണ് ഒട്ടകം. ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും നേരത്തെ കഴിച്ച ആ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും എനർജി കൊണ്ട് പ്രിയപ്പെട്ടവരെ ദിവസങ്ങളോളം സഞ്ചരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല ഒട്ടകത്തിന് കൊടുത്തു. മരുഭൂമിയിൽ അറബികൾ ഉപയോഗിക്കുന്ന വാഹനമാണ് ഒട്ടകം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് എന്താണ് ചിന്തിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത് നമുക്ക് വളർത്താനുള്ള ഒരു ജീവിയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ജീവികളുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന അൽ ബർക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4 കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് ബറക്കത്തുള്ളതാണ്. ഇമാം സയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജാമിഉൽ അഹാദീസിൽ രേഖപ്പെടുത്തിയത് കാണാം. 3108 ഹദീസ്, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്നൽ ബറക. 4 കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതിൽ പ്രത്യേകം ബറക്കത്തുണ്ട്. എന്നിട്ട് പറയുന്നു, അശ്ശാതു ഫിദ്ദാരി ബറക. വീടുകളിൽ ആടിനെ വളർത്തുന്നത് ബർക്കത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളും പ്രിയപ്പെട്ടവരെ വളർത്തിയ ജീവിയാണ്, നോക്കിയ ജീവിയാണ് ആട് എന്ന് പറയുന്ന ജീവി. ആടിന് ബർക്കത്തുണ്ട് എന്ന് പറയേണ്ടതുണ്ടോ? നമ്മുടെയൊക്കെ ആഘോഷങ്ങളിലും അതുപോലെ പ്രിയപ്പെട്ടവരെ നേർച്ചകളിലുമൊക്കെ എത്രയായിരം ആടുകളെയാണ് ഒരു ദിവസം അറുക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ആടുകൾ. പക്ഷെ എന്നിട്ട് ആടുകൾക്ക് വല്ല കുറവുണ്ടോ? ഇഷ്ടം പോലെ ആടുകളുണ്ട്. പട്ടിയെ നമ്മൾ ആരെങ്കിലും കൊല്ലാറുണ്ടോ? എവിടെയെങ്കിലൊക്കെ ഇപ്പൊ പഞ്ചായത്തിന്റെ നിയമം വന്നതുകൊണ്ട് അതിനെ തൊടാറില്ല. എവിടെയെങ്കിലൊക്കെ ഒരു വാഹനം കയറിയിട്ട് യാദർച്ഛികമായി ചത്തുപോവുകയല്ലാതെ പ്രിയപ്പെട്ടവരെ അതിനെ അറുക്കാറില്ല, ആരും കൊല്ലാറില്ല. എന്നാൽ ആ പട്ടിയും ആടും തമ്മിൽ സംഖ്യാടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്തുമ്പോൾ ആട് തന്നെയല്ലേ കൂടുതലുള്ളത്. ഇത്രയൊക്കെ ആടുകളെ അറുത്തിട്ടും എവിടുന്നാണ്? ആ ജീവിയിൽ അല്ലാഹു തആല നൽകുന്ന ബറക്കത്താണ്. ആടിനൊരു സ്വഭാവമുണ്ട്. എന്താ? സുബഹിയുടെ സമയത്തെ ബഹുമാനിക്കുന്ന ജീവിയാണ് ആട്. ആട് വീട്ടിലുള്ള ആളുകൾക്കറിയാം, സുബഹിയുടെ സമയമാകുമ്പോൾ ആട് എണീറ്റിട്ട് അതിന്റെ ചെവി ഇങ്ങനെ പടപടപടാന്ന് പറഞ്ഞ് 4 അടി ഇങ്ങനെ അടിക്കും. അപ്പൊ വീട്ടുകാരനോടൊരു സുബഹിയുടെ സമയമായി എന്ന് മനസ്സിലാവുക. അതേസമയം പട്ടിയോ അതിന് ബർക്കത്തില്ല. അതിന്റെ കാര്യം രാത്രി മുഴുവൻ റോന്ത് ചുറ്റി നടക്കുന്ന ഈ പട്ടി സുബഹിയുടെ സമയമാകുമ്പോ കിടന്നുറങ്ങും. അതുകൊണ്ട് ആ നായയിലും പട്ടിയിലും ബർക്കത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആട് ഒരു വീട്ടിലുണ്ടാകുന്നത് ബർക്കത്താണ്. അതുപോലെ കോഴി വീട്ടിലുണ്ടാകുന്നത് ബറക്കത്താണ്. ഇന്ന് ഇതൊന്നും ഇല്ല, ഒരു വീട്ടിലിതൊന്നുമില്ല. മിക്ക വീടുകളിലുമില്ല. 100 വീടെടുത്താൽ ഏതെങ്കിലും ഒരു വീടെങ്കിലും ഉണ്ടെങ്കിലായി.
കാരണം ആകെ 3 സെന്റ് ഭൂമിയാണുള്ളത്. ഇത് നിറച്ചും പെരയാണ്, പിന്നെ അപ്പുറത്ത് മതിലാണ്. ഉള്ള ചെറിയ ഒരാൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ ഇടമുണ്ട്. അവിടെ പിന്നെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ അവിടെ കോഴി തൂറാൻ പറ്റുമോ, ആട് കാഷ്ടിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇടയില്ല. ഉള്ള ആളുകൾക്ക് തന്നെ പ്രിയപ്പെട്ടവരെ സൗകര്യം പോലെ അത് വളർത്താനുള്ള മനസ്സില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ തന്നെയാണ് പഴയ അഭിവൃദ്ധി നമുക്കില്ലാതെയായി പോയത്. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും സംഗതി എന്നും വിഷമത്തിലും പ്രയാസത്തിലും കടത്തിലും ഒക്കെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ കാലത്ത് ഒരു ഓടിട്ട വീടായിരുന്നു, പക്ഷേ സമൃദ്ധിയായിരുന്നു. നല്ല ഭക്ഷണം, ഒരു വിഷമവുമില്ല, ഒരു കടവുമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. നമ്മുടെ പ്രമാണവും ആധാരമൊക്കെ നമ്മുടെ വീട്ടിലെ പെട്ടിയിൽ സ്വസ്ഥമായിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്പലച്ചുംബിയായ വീടുണ്ട്, പ്രിയപ്പെട്ടവരെ മാളികയുണ്ട്, വീടിന്റെ മുമ്പിൽ 2-3 കാറുണ്ട്, പ്രസ്ഥാനമുണ്ട്, ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും പലതും പണയത്തിലാണ്, പ്രമാണം ബാങ്കിലാണ്, ഇഷ്ടം പോലെ പള്ള നിറച്ചും കടത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് സമാധാനം എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ പഴയ പ്രതാപം, പ്രിയപ്പെട്ടവരെ, ആ ഒരു സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ബറക്കത്തിന്റെ ഘടകങ്ങളാകുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മിൽ നിന്ന് എടുത്തുപോയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ഒട്ടകത്തിന്റെ പിന്നിൽ നിന്ന് ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് ദുആക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറയുന്ന ശബ്ദം കേട്ടു. സഹാബി ചോദിച്ചു, നബിയേ, ഈ ഒട്ടകത്തിന്റെ പിന്നിൽ എന്താണ് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ഈ ഒട്ടകത്തിന് വെള്ളവും അതുപോലെ തീറ്റയും കൊടുത്ത ഉടമസ്ഥന് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇതുപോലെ കോഴിയും വീട്ടിൽ ബർക്കത്താണ്. പ്രിയപ്പെട്ടവരെ, ആസുങ്കല്ല് ബർക്കത്താണ്, അതുപോലെ തീ കത്തിക്കാനുള്ള സാമഗ്രികൾ അത് ബർക്കത്താണ്. വേറെ ഒരു ഹദീസിൽ കാണാം, ഓരോ വീട്ടിലും കിണറുണ്ടാവുക എന്നത് ബർക്കത്താണ്. പിന്നെ പറഞ്ഞു, വകീലു തആമകും യുബാറകു ലക്കും ഫീഹി, നിങ്ങൾ ഭക്ഷണം എടുത്ത് പാചകം ചെയ്യുമ്പോൾ കൊട്ടക്കണക്കിനെടുത്ത് ഭക്ഷണം പാചകം ചെയ്യാതെ അളന്നെടുത്തുകൊണ്ട് പാചകം ചെയ്യണം. അതിൽ നിങ്ങൾ ബറക്കത്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, അതാ കോഴി മലക്കുകളെ കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീഖുൽ അബ്യദു ഫിൽ ബൈത്തി ബറക, ഒരു വെളുത്ത കോഴി ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് ബറക്കത്താണ്. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദീഖുൽ അഫ്റഖു ഹബീബി വ ഹബീബു ഹബീബി ജിബ്രീല, വെളുത്ത കോഴി എന്നത് എന്റെയും എന്റെ പ്രിയങ്കരനായ ജിബ്രീലിനും ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ്. യഹ്റുസു ബൈതഹു വ16 ബൈതം മിൻ ജിറാനിഹി, പിശാചിൽ നിന്ന് അവന്റെയും തൊട്ടുഭാഗത്തുള്ള 16 വീടുകളുടെയും കാവൽക്കാരനായി നിലകൊള്ളുന്ന ജീവിയാണ്. പ്രിയപ്പെട്ടവരെ, വെളുത്ത കോഴിയെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഈ അസ്മായിന്റെ ആൾക്കാർ പറയാറുണ്ട്, വെളുത്ത കോഴി ഉണ്ടോ എങ്കിൽ അത് ഒഴിഞ്ഞിടണം. കാരണം എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ആ കോഴി നിൽക്കുന്ന വീട്ടുകാരനും ചുറ്റുഭാഗത്തുള്ള 16 വീട്ടുകാർക്ക്, പ്രിയപ്പെട്ടവരെ, ഇത് കാവലാളാകും പിശാചിനെ തൊട്ട് എന്ന് പറയുന്നു മഹാന്മാരായ ഉലമാ. ഈ ഹദീസ് വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് ചോദിച്ചു, കം ഫീ ബൈതിക മിൻ ബറക, നിന്റെ വീട്ടിൽ എത്ര ബർക്കത്തുണ്ട്? ഈ നബി തങ്ങളുടെ ഉദ്ദേശം ശാത്തൻ ഔ ശാത്തൈൻ, ഒന്നോ അല്ല, ഒരു ആടാണോ 2 ആടാണോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. ആട്ടിന്റെ പാല് അതാ ഔഷധ വീര്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, തേനിനേക്കാൾ മുന്തിയത് പാലാണ്.
പാലിൽ വെച്ച് മുന്തിയത് ആട്ടിന്റെ പാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവരെ ശത്രുക്കൾ തന്റെ വീട് ഉപരോധിച്ചിട്ട് അതാ മലയിൽ കയറി ഇറങ്ങുമ്പോ വല്ലാതെ വിഷമമുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്. അപ്പോൾ ഒരു വീടിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. ആ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ കോപ്പ കൊണ്ടുവരൂ, ഞാൻ ഈ ആടിനെ കറുക്കട്ടെ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ചോദിച്ചതെന്ന് വിചാരിച്ചിട്ട് കപ്പ് കൊണ്ടുപോയി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പാലില്ലാത്ത ആടിനെ കറന്നിട്ട് പ്രിയപ്പെട്ടവരെ ആ കപ്പ് നിറയെ പാല് വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ അവിടെന്ന് പറഞ്ഞു, പാലിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. 3 പ്രാവശ്യം റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുണ്ട്. പാലിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, പാലിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, പാലിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതേസമയം തേൻ റസൂലുള്ളാഹി കുടിക്കുമ്പോ ഇതുപോലെ ദുആ ചെയ്തില്ല. പാലും തേനും നബി തങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോയി കൊടുത്തപ്പോൾ തേന് കുടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാല് ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് പാല് കാച്ചുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായത്. കാരണം ഒരു മനുഷ്യൻ ആദ്യമായി കൊടുക്കുന്നത് ബറക്കത്തുള്ളതും അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ വീട്ടിൽ പാല് കൊടുക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം ഇതാ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു. പകലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വല്ല ഭക്ഷണവും കൊണ്ടുവരൂ. അപ്പോൾ അവര് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്നു. അലിയാര് ചോദിച്ചു, അല്ല, നിങ്ങളെ വീട്ടിൽ ബറക്കത്തൊന്നുമില്ലേ? ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അലൈസ ഹാദാ ബറക, ഈ കൊണ്ടുവന്നതൊന്നും അപ്പോൾ ബറക്കത്തുള്ളതല്ലേ? അല്ല, ഈ കൊണ്ടുവന്നതൊന്നും ബറക്കത്തുള്ളതല്ലേ? കാലാപ്പ ഹരിയാര് പറഞ്ഞു, ലൈസ ആനി ഹാദാ, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭക്ഷണമല്ല. അമാലക്കും ശാത്തുൻ, അല്ല നിങ്ങൾക്ക് വീട്ടിൽ ആടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, ലാ വല്ലാഹി മാ ലനാ ശാത്തുൻ, ഞങ്ങൾ കാടില്ല എന്ന മറുപടി പറഞ്ഞു. തിന്നാൻ പറ്റുന്ന ജീവികളെല്ലാം വളർത്തണം. അവര് നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നോക്കൂ, എന്നാൽ ഇതെല്ലാം അറുത്തു ഭക്ഷിക്കുന്ന ജീവികളാണ്. അറുക്കാതെ ഭക്ഷിക്കുന്ന 2 ജീവികൾ ഉണ്ട്. ശവമായിട്ട് കഴിക്കുന്ന 2 ജീവികൾ ലോകത്തുണ്ട്. അതാണ് ഒന്ന് മത്സ്യം, നമ്മളാരും അറുക്കാറില്ല. എത്ര വലിയ മത്സ്യമാണെങ്കിലും അറുക്കാറില്ല. സത്യത്തിൽ മത്സ്യം വലുതായാൽ അറുക്കൽ സുന്നത്താണെന്ന് ഫഖഹാ പറയുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ നെത്തോലിയും ഈ ചാടയൊക്കെ അല്ലേ അതൊക്കെ അറുക്കാൻ. പ്രിയപ്പെട്ടവരെ, അതേസമയം വലിയ മത്സ്യങ്ങളെ ലഭിക്കുമ്പോൾ അറുക്കൽ സുന്നത്താണ് ഫഖഹാ പറയുന്നു. ഇനി അറുക്കില്ല എങ്കിലും ആ ശവം അത് മൈത്തത്തായ അവസ്ഥയിൽ തന്നെ നമുക്ക് കഴിക്കാം. ഒരു മത്സ്യം അത് ശവമായി ഒരു ഹൗദിൽ കടന്ന് പ്രിയപ്പെട്ടവരെ അതിൽ ജീർണിച്ചിങ്ങനെ അലിഞ്ഞ് ആ വെള്ളത്തിന് വാടയടിച്ചു പോയി, പ്രത്യേകമായ ദുർഗന്ധം വന്നു. എന്നാലും ആ വെള്ളം നജസല്ല. കാരണം എന്തുകൊണ്ട്? മഹാനായ ഇമാം ശർവാദി റളിയല്ലാഹു അൻഹു ഈ മസ്അല രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ മൈത്തത്ത് ശവമാണ്. ലോകത്ത് മൈത്തത്ത് ശവമായ 3 വസ്തുക്കളുണ്ട്. ഒന്ന് മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ തിന്നാൻ പാടില്ല. ശവം നജസായ മറ്റൊരു ജീവിയാണ് മത്സ്യം എന്ന് പറയുന്നത്. ആ മത്സ്യത്തെ നമുക്ക് ശവമായിട്ട് തന്നെ ഉപയോഗിക്കാം. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ മനുഷ്യര് വേട്ടയാടി വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷിക്കുന്നു. ഹലാലായ ഭക്ഷണമാണ്. അതുപോലെ 3ാമത്തെ ഒന്നാണ് പ്രിയപ്പെട്ടവരെ ജറാദ്, വെട്ടുകിളി എന്ന് പറയും. വെട്ടുകിളി അറിയില്ല, നമ്മൾ ഈ പച്ചക്കുതിര എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ചാടി പോകുന്ന ഇതുപോലത്തെ ഒരു സാധനം. ഗൾഫിലൊക്കെ അതിന്റെ കൃഷിയുണ്ട്. പഴയകാലത്ത് കാണാൻ ഇത് വളരെ പ്രയാസമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനവരുകൾ വെട്ടുകിളിയെ നോക്കാൻ വേണ്ടി ആളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചു, അല്ല, എന്തിനാ വെട്ടുകിളിയെ എങ്ങനെ അന്വേഷിക്കേണ്ട കാര്യം?
അപ്പോൾ പറഞ്ഞു, വെട്ടുകിളി എന്നാണോ ദുനിയാവിൽ അവസാനിക്കുന്നത് അന്ന് ഖിയാമത്ത് നാളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഹദീസിൽ കാണാം, മഹാനായ അബുൽ വർഖാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഗസവനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോയി. അപ്പോൾ നഫിദത്ത് ഫീഹാ അസ്വാദുനാ, ആ യുദ്ധത്തിൽ ഞങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ തീർന്നുപോയി. ഫലം യകുൻ തആമുൻ, ഞങ്ങൾക്ക് ഭക്ഷണമായി കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നഅകുലു ഇല്ലൽ ജറാദ്, ഫലം യകുൻ തആമുൻ നഅകുലു ഇല്ലൽ ജറാദ് ഹത്താ ഖഫൽനാ മിൻ വസ്വിനാ, യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെയും കഴിച്ചുകൊണ്ടിരുന്നത് ജറാദായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ എത്ര യുദ്ധം? 7 യുദ്ധങ്ങളിൽ ജറാദ് മാത്രം കഴിച്ച് ഞങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ചില ജീവികളെ നമുക്ക് കഴിക്കാൻ പാടില്ല, പക്ഷെ ആ ജീവികളിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് കഴിക്കാം. അതാണ് തേനീച്ച. തേനീച്ചയെ നമുക്ക് കഴിക്കാൻ പാടില്ല, പക്ഷെ തേനീച്ചയിൽ നിന്ന് കിട്ടുന്ന തേൻ വളരെ മധുരമുള്ള സ്വാദിഷ്ടമായ ഔഷധ വീര്യമുള്ളതാണ്. ശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഫീഹി ശിഫാഉൽ ലിന്നാസ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. നല്ല എല്ലാ രോഗങ്ങൾക്കും ശമനമുള്ള തേന് വിശുദ്ധമായ ഖുർആൻ പ്രിയപ്പെട്ടവരെ തേനിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയാണ്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس. ഏതെല്ലാം പുഷ്പങ്ങളിൽ നിന്ന് മധു നുകർന്നുകൊണ്ടാണ് ഈ തേനീച്ച എത്തുന്നത്. അവസാനം അത് ഛർദ്ദിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നല്ല സ്വാദിഷ്ടമുള്ള ഔഷധവീര്യമുള്ള ഉൽപ്പന്നം ആ ജീവിയെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ അതിന്റെ തേന്, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന തേന് നമ്മൾ കഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ജീവികളെ കൊല്ലണമെന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇമാം മുജൈരിബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം, ഖംസു ഫവാസിക ഫീ ഹില്ലിൻ വഫീ ഹറമി യുഖ്തൽന ബിസ്സർഇ മൻ ജാഅ ബിൽ ഹുക്മി കൽബുൻ നകൂറുൻ ഗുറാബുൻ ഹയ്യത്തുൻ വകദാ ഹിദഅത്തുൻ ഫറത്തുൻ ഖുദ്വാദിഹൽ കലിമി. കൊച്ചുതമ്മാടികളെന്ന് അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ 5 ജീവികളെ ഹറമിലായാലും ഹറമിന്റെ പുറത്തായാലും കൊല്ലപ്പെടേണ്ടതാണ്. കൽബുൻ നകൂറുൻ ഒന്ന് കടിക്കുന്ന നായയാണ്. ജൈരിമയിൽ കാണാം, നായ 3 വിധമുണ്ട്. ഒരു നായയെ കൊല്ലണമെന്ന കാര്യത്തിൽ തർക്കമേയില്ല, അതാണ് കടിക്കുന്ന നായ. ഒരു നായയെ വളർത്തണമെന്നും തീറ്റിപ്പോറ്റണമെന്ന കാര്യത്തിലും തർക്കമില്ല, അതാണ് മുഅല്ലമായ നായ. മുഅല്ലിമല്ല, മുഅല്ലമായ പരിശീലനം നൽകപ്പെട്ട നായ. വേറെ ഒരു നായയുടെ കാര്യത്തിൽ ഫുഖഹായിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ശല്യക്കാരല്ലാത്ത നായയില്ലേ, ആ നായയെ കൊല്ലൽ ശാഫിഈ മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച് ഹറാമാണ് എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. കൊച്ചുതമ്മാടികൾ എന്ന പേരിൽ അറിയപ്പെട്ട 1ാമത്തേത് കടിക്കുന്ന നായയാണ്, 2ാമത്തേത് കാക്കയാണ്, 3ാമത്തേത് പാമ്പാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പരുന്ത്, എലി, ഇവകളെല്ലാം ഹറമിലായാലും അല്ലാത്ത സ്ഥലങ്ങളിലായാലും കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.
പൂച്ചയെ കൊല്ലാൻ പാടില്ല, പൂച്ചയെ വളർത്തുകയാണ് വേണ്ടത്. നായയുള്ള വീട്ടിൽ ഒരിക്കലും തന്നെ റഹ്മത്തിന്റെ മാലാഖമാര് പ്രവേശിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി സൂറത്തുൻ വലാ കൽബുൻ വലാ ജുനുബുൻ. റഹ്മത്തിന്റെ മാലാഖമാര് പ്രിയപ്പെട്ടവരെ നായയുള്ള വീട്ടിൽ കയറൂല. ഇതുപോലെ ഫോട്ടോ എടുത്തു വെച്ച വീട്ടിലും റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങുകയില്ല. വേറെയും ഹദീസ് കാണാം, മിനൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി തമാസീലു. പ്രതിമകളുള്ള വീടുകളിലെ അവിടെയൊന്നും റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങുകയില്ല. ഇന്ന് ഒരു ഫാഷനാണ്, എല്ലാ റൂമിലും ഷോക്കേസ് വേണം. എന്നിട്ടോ ഷോക്കേസ് നിറയെ ഒട്ടകം, ആട്, കുതിര, ആമ, തവള അങ്ങനെ തുടങ്ങി ജീവികളുടെ പ്രതിമകൾ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നു. ഇത് കടുത്ത ഹറാമാണ്, നിഷിദ്ധമായ കാര്യമാണ്. ഫോട്ടോ വരക്കുന്നത് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരാൾ ഒരു ജീവനുള്ള വസ്തുവിന്റെ ചിത്രം വരച്ചാൽ പോലും അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ചെന്നിട്ട് പറയും, നീ ഈ ചിത്രം വരച്ചില്ലേ, ഇതിന് നീ ആത്മാവ് ഉണ്ടാക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് കഴിയുമോ? ഇല്ല. പഴയകാലത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ശാഫിഈ മദ്ഹബിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ ചർച്ച പ്രിയപ്പെട്ടവരെ ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ തർശീഹിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊരഭിപ്രായമുണ്ട്, 6 ഭാഗങ്ങൾ കൂടി അടങ്ങിയതാകുമ്പോൾ മാത്രമേ ഹറാമാവുകയുള്ളൂ. അതാണ് പ്രതിമകൾ. വേറെ ഒരഭിപ്രായം, ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അവയവങ്ങളുള്ള ഫോട്ടോയാണ് വിമർശിക്കപ്പെട്ടത്. അതുകൊണ്ട് അരഫോട്ടോ, അതാ പാസ്പോർട്ടിനൊക്കെ അരഫോട്ടോയാക്കിയത്. കാരണം പകുതിയുള്ളൂ, പകുതിയില്ലാത്തവരുടെ ജീവൻ നിലനിൽക്കുകയില്ലല്ലോ. അപ്പൊ അരഫോട്ടോയായാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അവയവങ്ങൾ മുഴുവൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഫോട്ടോയായി പരിഗണിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്നൊരഭിപ്രായമുണ്ട്. അതനുസരിച്ച് നാം അരഫോട്ടോ എടുക്കുന്നു. വേറെ ഒരു അഭിപ്രായം, 6 ഭാഗങ്ങൾ ഉൾക്കൊണ്ടതാണെങ്കിൽ മാത്രമാണ് അത് ഫോട്ടോ ആകുന്നത്. അതാണ് നമ്മൾ ശാഫിഈ മദ്ഹബിലെ അംഗീകാരമുള്ള ഒരഭിപ്രായമായി പരിഗണിക്കുന്നത്. അതടിസ്ഥാനത്തിൽ വലിയ ഫോട്ടോ എടുത്താലും പ്രശ്നമില്ല. പക്ഷേ സൂക്ഷ്മതയുള്ള പഴയ പണ്ഡിതന്മാര് ഫോട്ടോഗ്രാഫർമാരെ അടുത്തേക്ക് അടുപ്പിക്കാറുണ്ടായിരുന്നില്ല. കാരണം അത്രയും സൂക്ഷ്മതയിൽ മഹാന്മാരായ ഉലമാ മസ്അലകൾ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഫോട്ടോയുടെ സ്ഥാനത്ത് വേണം ഇന്നത്തെ വീഡിയോയും നമ്മൾ കാണാൻ. കാരണം അതിലും 6 ഭാഗങ്ങൾ അടങ്ങുന്ന ഒരു രൂപമില്ല. അതേസമയം നമ്മുടെ ഷോക്കേസിൽ കൊണ്ടുവന്ന് വെക്കുന്ന ആനയും മുയലും കുതിരയും ഒട്ടകവും ഒക്കെ ഇല്ലേ, അതിന് 6 ഭാഗങ്ങളുണ്ട്. അതിന്റെ നിർമ്മാണം ഹറാമാണ്. എത്രത്തോളം എന്നറിയോ? ഈ ഹദീസ് എഴുതി വെച്ചിട്ട് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ കുട്ടികൾക്ക് കളിപ്പാവ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് മസ്അലയുണ്ടല്ലോ. വീടുകളിൽ കുട്ടികൾക്ക് കളിപ്പാവയുള്ള റൂമിലിപ്പോ റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങുമോ? മഹാനവരുകൾ പറഞ്ഞു, ആ പാവയുള്ള 6 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും പ്രതിമകൾ വീട്ടിലുണ്ടെങ്കിൽ ആ റൂമിലൊന്നും റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങൂല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ എടുത്തു മാറ്റണം. ഷോക്കേസുകളിലുള്ള 6 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രതിമകൾ എന്ത് തന്നെയാണെങ്കിലും, അത് മനുഷ്യന്റേതാണെങ്കിലും ജീവികളുടേതാണെങ്കിലും പ്രിയപ്പെട്ടവരെ എടുത്തു മാറ്റണം. അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ വേറെ റസൂലുള്ളാഹി പറയുന്നു, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി ജറസുൻ. അതാ മണി അടിക്കുന്ന വീടില്ലേ, അവിടെയും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല. അതൊക്കെ ഫാഷനാണ്. പഴയകാലത്ത് ക്രിസ്ത്യാനി പള്ളിയിലാണ് അത് കണ്ടിരുന്നത്. ഇപ്പൊ ചില വീടുകളിൽ മണി അടിക്കുന്നത് മുസ്ലിങ്ങളുടെ വീടുകളിൽ തന്നെ ഉണ്ട് മണി അടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തരം വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുകയില്ല. നിങ്ങൾ നോക്കൂ, എന്നാൽ നമ്മുടെ വീടുകളിൽ പൂച്ചയെ വളർത്തുന്ന ആളുകളുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യമാണ്, പൂച്ചയെ വളർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്?
മഹാനവറുകൾ പറഞ്ഞു, പൂച്ചയെ വളർത്തൽ സുന്നത്താണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നഹാ മിനത് തവാഫീന അലൈക്കും വത്തവാഫാത്ത്, അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് പൂച്ചയെ വളർത്താം, പൂച്ചയെ വിൽക്കാം, പൂച്ചയെ വാങ്ങാം, അതെല്ലാം അനുവദനീയമാണ്. അത് വളർത്തൽ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ അലീസയുമായിട്ട് വന്നു. അലീസ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം അല്ലേ? ഈ ഗോതമ്പ് മാവും നെയ്യും ഇറച്ചിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന നല്ല ഒരു വിഭവം ഇത് കൊണ്ടുവന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസ്കാരത്തിലാണ്. ഞാനത് അവിടെ വെച്ചിരുന്നു. എന്നിട്ട് ഞാനത് ഒന്ന് മാറി നിന്നപ്പോ ഒരു പൂച്ച എവിടുന്നോ വന്നിട്ട് അലീസ കഴിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള അലീസ എടുത്ത് കഴിക്കാൻ പോയപ്പോ ഞാൻ ചോദിച്ചു, ഉമ്മ അത് പൂച്ച തിന്ന ബാക്കിയല്ലേ? അപ്പോൾ പറഞ്ഞു, അതാ പൂച്ച തലയിട്ട് വെള്ളം കുടിച്ച പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സ്ത്രീകൾക്ക് ഫത്വ കൊടുത്തിരുന്ന വനിതയായിരുന്നു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റസൂലുള്ളാഹി വലിയ പ്രായമെത്തിയപ്പോഴും എന്തിനാണ് ഇത്ര ചെറിയ ഒരു കുട്ടിയെ വിവാഹം ചെയ്തത് എന്നതിൽ പരാതിയുള്ള ആളുകളുണ്ടായിരുന്നു. അതിന് ഉലമാ നൽകിയ മറുപടി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധികൂർമ്മതയുള്ള പെണ്ണായിരുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ട ഫത്വകളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും വിവരമുള്ള ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ കുടുംബിനിയായിട്ട് വേണ്ടേ? അതുകൊണ്ട് നല്ല ബുദ്ധിമതിയായ ഒരു പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തതാണ്. അങ്ങനെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പത്നിയായിട്ട് വന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂച്ച കുടിച്ചതും അതുപോലെ പൂച്ച തിന്നതും ഒക്കെ ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പൂച്ചയെ വളർത്തണം, അത് സുന്നത്താണ്. നിങ്ങൾ നോക്കൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ജീവികളൊക്കെ നമ്മുടെ ഉപയോഗത്തിനുള്ളതാണ്. ഈ ജീവികൾ തമ്മിൽ ഒരു ഫൈറ്റ് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ കാണാം, എന്തായാലും പേര് ജില്ലയോ മൃഗങ്ങളെയൊക്കെ ഇറക്കിയിട്ട് ജില്ലിക്കെട്ട്, അതാണ് പേര്. 2-3 ദിവസം ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ അവസാനം അതിന്റെ പുറത്തു കയറിയും അല്ലാതെയൊക്കെ ആയിട്ട് ഒരു മൈതാനിയിൽ അത് തുറന്നു വിട്ടിട്ട് എങ്ങനെയൊക്കെ അതിനെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാം. എന്നിട്ട് ആ ദേഷ്യം പിടിച്ച ആ മൃഗത്തിന്റെ മുമ്പിൽ ആരാണ് ജയിക്കുന്നത് അവനാണ് ട്രോഫി. സാഹസികമായി എത്ര ആളുകൾ അതിൽ മരണപ്പെട്ടു പോകുന്നു, എത്ര ആളുടെ കൈകാലുകൾ നശിച്ചു പോകുന്നു, നിങ്ങൾ നോക്കൂ. എന്നാൽ മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തി, ولا يجوز على الكلاب ومهارسة الديك ومناطحة الكباش بلا خلاف بلا عوض ولا غيره. പട്ടികൾ തമ്മിൽ മത്സരം നടത്തുക. അറേബ്യൻ രാജ്യത്തൊക്കെ ഇന്ന് വ്യാപകമായി ഇത് നടക്കുകയാണ്. പട്ടികൾ തമ്മിൽ മത്സരം നടത്തുക. നായ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചെറിയൊരു ജീവിയാണെന്നല്ല, ലക്ഷക്കണക്കിനാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ വില. 50 ലക്ഷവും 1 കോടിയൊക്കെ കൊടുത്ത് വാങ്ങുന്ന നായ്ക്കളുണ്ട്. കാരണം മത്സരത്തിന് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ആദ്യമായി മുന്നിലെത്തുന്ന നായക്ക് വലിയ ട്രോഫിയാണ്. നിങ്ങൾ നോക്കൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ നായകളെ കൊണ്ട് മത്സരം നടത്താൻ പാടില്ല, കോഴികളെ കൊണ്ട് കൊത്തുകൂടിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ആടുകളെ കൊണ്ട് പൊരുതിപ്പിക്കാൻ പാടില്ല. അത് പൈസ കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും പാടില്ല. ഇതൊക്കെ വിവരമില്ലാത്ത വിഡ്ഢികളുടെ വേലയാണ്. മാത്രമല്ല, അല്ലാഹു പാപത്തിന്റെ പേരിൽ നശിപ്പിച്ചു കളഞ്ഞ ലൂത്ത് സമൂഹമില്ലേ, അല്ലാഹു തആല ഒരു നാടിനെ അതാ ചട്ടിയിലുള്ള അപ്പം മറിച്ചിടുന്നത് പോലെ മേൽഭാഗം അടിയിലേക്കും അടിഭാഗം മുകളിലേക്കുമായി നിലം പരിശാക്കിയിട്ട് ഒരു നാടിനെ അങ്ങ് മറിച്ചു കളഞ്ഞു.
അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എങ്ങനെയാണ് ജിബ്രീലേ ഇങ്ങനെയൊക്കെ ഒരു നാട് നശിപ്പിക്കുക? നിങ്ങൾക്ക് എന്തൊരു ആരോഗ്യമാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത് എന്റെ ഒരു ചിറകിന്റെ ഒരു ചെറിയ അംശം ഭൂമിയിലേക്ക് ഇങ്ങനെ ആഴ്ത്തിയിട്ട് ഞാനൊന്ന് തോണ്ടിയിട്ടപ്പോൾ ആ നാട് മൊത്തമായി അങ്ങ് മറിഞ്ഞു പോയി നബിയേ. അതുപോലെ 600 ചിറക് എനിക്കുണ്ടെന്ന് അഷ്റഫ് അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരു നാടിനെ മൊത്തമായി നശിപ്പിച്ച ലൂത്ത് ജനതയുടെ പ്രവർത്തനമാണ് ഇത് എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഫഖഹാ രേഖപ്പെടുത്തുകയാണ്, നിർത്തുകയാണ്. നമ്മൾ വിഷയം എവിടെയും എത്തിയില്ല, എന്നാലും ഞാൻ നിർത്തുന്നു. ഇതുപോലെ കൊല്ലൽ സുന്നത്തായ മറ്റൊരു ജീവിയാണ് പല്ലി എന്ന് പറയുന്നത്. പള്ളിയിൽ നിന്ന് പല്ലിയെ കൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം. വീടുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പല്ലിയെ കൊല്ലുകയും പള്ളിയിൽ നിന്ന് ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല. എന്നാൽ പല്ലിയെ കൊല്ലാൻ വേണ്ടി മാത്രം കുന്തമുണ്ടായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുന്തം കണ്ടു. സായിബ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ചോദിച്ചു ഇതെന്തിനാണ്? അപ്പോൾ പറഞ്ഞു, ഇത് പല്ലിയെ കൊല്ലാനാണ്. എന്തിനാണ് പല്ലിയെ കൊല്ലുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ എല്ലാ ജീവികളും അത് ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ, അത് കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതാ പല്ലി അതിന് വീണ്ടും വീണ്ടും അതിന് ജീവൻ നൽകാൻ ഊതിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനെ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടുവെന്ന് പ്രിയപ്പെട്ടവരെ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇമാം ബുഖാരിയുടെ 4156 ഹദീസിൽ കാണാൻ പറ്റും, മൻ ഖതല വസഅതൻ ഫീ അവ്വലി ദർബത്തിൻ ഫലഹു കദാ വകദാ ഹസനാ. പല്ലിനെ കൊല്ലുമ്പോൾ ഒറ്റയടിക്ക് വന്നാൽ, ഈ ഹദീസിന്റെ വിശദീകരണം വേറെ ഹദീസുകളിലുണ്ട്, ഒറ്റയടിക്ക് വന്നാൽ 100 കൂലി. വമൻ ഖതലഹാ ഫിൽ ദർബത്തി സാനിയ, രണ്ടാമത്തെ അടിക്കാണ് കൊല്ലുന്നതെങ്കിൽ ഫലഹു കദാ വകദാ ഹസനതൻ ലിദൂനിൽ ഊലാ, അതാ രണ്ടാമത്തെ അടിക്ക് കൊല്ലുമ്പോൾ അതിന്റെ പകുതിയാണ്, അഥവാ പ്രിയപ്പെട്ടവരെ 50 കൂലിയാണ്. വഇൻ ഖതലഹാ ഫിൽ ദർബത്തി സാലിസതി ഫലഹു കദാ വകദാ ഹസനാ. അതേസമയം മൂന്നാമത്തെ അടിക്ക് കൊല്ലുമ്പോൾ പിന്നെയും അതിന്റെ കൂലി കുറഞ്ഞു 25 കൂലിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതുകൊണ്ട് പല്ലിയെ കൊല്ലണം. പാമ്പുകളെ കാണുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. കൊല്ലാൻ പറ്റിയതുമുണ്ട്, കൊല്ലാൻ പാടില്ലാത്തതുമുണ്ട്. നിർത്തുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 4150 ഹദീസായി രേഖപ്പെടുത്തി, ഇന്ന ലിഹാദിഹിൽ ബുയൂതി അവാമിർ, ഇന്ന ലിഹാദിഹിൽ ബുയൂതി അവാമിർ, വീടുകളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ചില പാമ്പുകളുണ്ട്. ഫൈദാ റഅയ്തും ശൈഅൻ മിൻഹാ ഫഹദ്ദിദു അലൈഹാ സലാസാ, വീടുകളിൽ കാണുന്ന പാമ്പുകൾ, അപ്പോൾ നിങ്ങൾ അവരെ കണ്ടാൽ പറയണം, നീ ഈ വീട് വിട്ടു പോകണം, ഞാൻ കൊല്ലാൻ പോവുക. നീ ജിന്നവർഗത്തിൽപ്പെട്ട പാമ്പാണോ എങ്കിൽ നീ പോകണം. പോയാൽ പിന്നെ പോട്ടെ, വയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ കൊല്ലണം. അവൻ നിഷേധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു സഹാബി വീട്ടിൽ പോയിട്ട് ഒരു പാമ്പിനെ കണ്ടപ്പോ ഒരൊറ്റ കുത്തു കൊടുത്തു, കുന്തം കൊണ്ട് കുത്തി. ആ പാമ്പ് ചത്തതും സഹാബി വീണതും ഉടനെ മരിച്ചതും ഒരേ സമയത്തായിരുന്നു. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്. നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ കൂടുതൽ കാണുന്ന പാമ്പുകൾ ഉണ്ടാകും. അത് കേവലം പാമ്പല്ല, അത് ജിന്നുവർഗത്തിൽപ്പെട്ട പാമ്പുകളാണ്. അതുകൊണ്ട് ആ വീടുകളിലെ കാണുന്ന പാമ്പുകളെ കാണുമ്പോ ഞാൻ കൊല്ലാൻ പോവാണ്, ജിന്നാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞോളണം. അത് പറഞ്ഞിട്ടും പോകുന്നില്ലെങ്കിലാണ് പാമ്പിനെ നിങ്ങൾ കൊല്ലേണ്ടത്. ഈ ഹദീസ് ഉൾപ്പെടെയുള്ള ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ട് ഫഖീഹ് കൂടിയായ മൂസ തമീമി റളിയല്ലാഹു അൻഹു തന്റെ ഹയാത്തുൽ ഹയവാനിൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, ഇങ്ങനത്തെ ജിന്നുകളായ പാമ്പുകൾ വീടുകളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ നഖങ്ങളും അതുപോലെ സ്ത്രീകൾ ആർത്തവ സംബന്ധമായി ഉപയോഗിക്കുന്ന വേസ്റ്റുകളും പുറത്തേക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞത്. ജിന്നുകളിൽ വൃത്തികെട്ട ജിന്നുകളുണ്ട്.
നമ്മൾ അത്തർ വാസനിക്കുമ്പോൾ എങ്ങനെ സുഗന്ധമായി നമ്മൾ അതിനെ കാണുന്നു, ഇതുപോലെ വൃത്തികെട്ട ആർത്തവ രക്തങ്ങൾ സുഗന്ധമായി കാണുന്ന ചില കാഫിറുകളായ ജിന്നുകളുണ്ട്. അവർക്ക് ഒരു പെണ്ണിന്റെ ആർത്തവുമായി ബന്ധപ്പെട്ട രക്തത്തിന്റെ സ്പർശനം എവിടെന്നെങ്കിലും കിട്ടിയാൽ ആ പെണ്ണിനെ കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ സ്ത്രീകളെ പ്രേമിക്കാൻ വേണ്ടി പാമ്പുകൾ വീടുകളിൽ കയറി വരും. പഴയകാലത്തൊക്കെ കേട്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മമ്പറന്തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഇതുപോലെ പാമ്പ് ശരീരത്തിലൊട്ടിയ ഒരാളെ കൊണ്ടുവന്നിട്ട് മഹാനവരുകൾ അത് കൈകാര്യം ചെയ്ത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ. അപ്പൊ ഇത് പഴയ കാലങ്ങളിൽ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാരണം എല്ലായിടത്തും വെളിച്ചവും അതുപോലെ വിശാലമായ അർത്ഥത്തിൽ സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ജിന്നുകളെല്ലാം നമ്മിൽ നിന്ന് കുറെയൊക്കെ അകന്നുപോയി എന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന അവസ്ഥയിലില്ല. ഞാൻ പണ്ട് വെട്ടിക്കാട്ടിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പഠിച്ചിരുന്ന സമയത്ത് കരണ്ടില്ലാത്തൊരു പള്ളിയായിരുന്നു. രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോ അവതിലുണ്ടാവും ഇങ്ങനെ ഒന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ആൾക്കാരുടെ ഭയങ്കര ശബ്ദം. അടിയിൽ നിൽക്കുമ്പോ മേലെ ഉണ്ടാവും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ശബ്ദം. ഒരു കാട് നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. ഇരുന്നാലും ആ നാട്ടില് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പഴയ കാലങ്ങളിൽ നമ്മുടെയൊക്കെ പള്ളികളിൽ പല കാഴ്ചകളും കണ്ട എത്രയോ ആളുകളുണ്ട്. പക്ഷെ ഇന്ന് സൗകര്യം കൂടി കാടുകളൊക്കെ നശിപ്പിച്ചും വെട്ടവും വെളിച്ചവും ഒക്കെ വന്ന് വിശാലമായപ്പോൾ ഇത്തരം കാഴ്ചകളൊന്നും പൊതുവെ കാണുന്നില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് നമുക്ക് പറയാം.